നമ്മുടെ ഇന്നത്തെ വിഷയം മൗലവി സംശയം ഒരു രോഗമാണോ എന്നതാണ്. ആ ഒരു വിഷയത്തിലൊരു കൗതുകമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അത്തരം ഒരു വിഷയം ഇന്നത്തെ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തത് എന്നതിലേക്കൊരു സൂചന ആവശ്യമാണ് എന്ന് തോന്നുന്നു. അതെ, നമ്മൾ ദാമ്പത്യപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദാമ്പത്യപരമായ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ സംശയം എന്നുള്ളത്. അപ്പോൾ ഭാര്യ ഭർത്താവിനെ കുറിച്ചോ ഭർത്താവ് ഭാര്യയെക്കുറിച്ചോ എന്തെങ്കിലും അവിഹിതങ്ങൾ ആരോപിക്കുകയും സംശയിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം അതിനെ ഒരു രോഗം എന്ന് എപ്പോഴും സംശയത്തിൻ്റെ കൂടെ ഉപയോഗിക്കാനുള്ള കാരണം പലപ്പോഴും ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്തിട്ടുണ്ടാവില്ല ഒരു അന്യപുരുഷനെ കുറിച്ച് അയാളുടെ ഭാര്യ. അവളെക്കുറിച്ചാണ് എപ്പോഴും എന്താണ്, നീ പുരുഷന്മാരെ നോക്കി നടക്കുകയാണ്, അല്ലെങ്കിൽ ആരൊക്കെ ആയിട്ട് നിനക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. തൻ്റെ ഭാര്യയല്ലാത്ത മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യാത്ത ഒരാളോട് നിരന്തരം നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ചെയ്യാത്തൊരു കാര്യം, ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം എൻ്റെ പേരിൽ ആരോപിക്കുമ്പോൾ നമ്മളതിനൊരു മാനസിക പ്രശ്നമായി, ഒരു മാനസിക രോഗമായി എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നതാണ്. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ പേരിൽ ഒരു ഭാര്യ സംശയം രേഖപ്പെടുത്തുമ്പോൾ ആ ഭർത്താവിനറിയാം എൻ്റെ മനസ്സിൽ വേറെ ഒരു സ്ത്രീ ഇല്ല എന്ന്. അതുകൊണ്ട് ഇല്ലാത്തൊരു സംശയം തൻ്റെ പേരിൽ ആരോപിക്കുമ്പോൾ തീർച്ചയായും അതിനൊരു രോഗമെന്ന് വിളിക്കാനേ അയാൾക്ക് പറ്റൂ. അതുകൊണ്ടാണ് അതിനെ സംശയ രോഗം എന്ന നിലക്ക് പറയാനുള്ള അടിസ്ഥാനപരമായ കാര്യം. ഇത് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനു മാത്രം പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ സൂറത്ത് ഹുജറാത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനദ്ദൻ, ഊഹങ്ങളിൽ അധികവും നിങ്ങൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. ഇന്ന ബഅ്ദദ്ദന്നി ഇസ്മു, തീർച്ചയായും ഊഹങ്ങളിൽ ചിലത് കുറ്റകരമാണ് എന്ന്. അപ്പോൾ അത്ര കൃത്യമായി ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്. ഇനി നബി സ്വല്ലല്ലാഹുവിന്റെ പ്രയോഗം നോക്കിയാലും, ഇയ്യാക്കും വല്ലൻ ഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. ആ രണ്ട് പ്രയോഗങ്ങളിലും ഖുർആനിലും ഹദീസിലും ഇതിലെ ഗൗരവം ഊന്നുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സംശയ രോഗത്തിന്, ഈ സംശയ പ്രശ്നങ്ങൾക്ക് വിധേയമാകുന്ന ദമ്പതികളുടെ ജീവിത പ്രയാസവും വേദനയും പീഡനവും അത്ര ചെറുതല്ല. കാരണം നമ്മുടെ ചാരിത്രത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു ആരോപണം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? പിന്നെ മാത്രമല്ല, അത്തരമൊരു സംശയം ഉന്നയിക്കുന്നതോടുകൂടി ആ വിശ്വാസവും ആ ബന്ധവും ആ ദാമ്പത്യവും തന്നെ അവിടെ തകർന്നു. ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ സംശയ രോഗം എന്നുള്ളത്. അപ്പോൾ ഇത് വിധേയമായിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്.